ഹലോ, മൊഡ്യൂൾ 4ൻ്റെ മാരത്തോൺ MCQs ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഡിജിറ്റൽ സർക്യൂട്ട്സ് ആണ് മൊഡ്യൂൾ 4ൽ വരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ പാർട്ട് 1ലേക്ക് നമുക്ക് കടക്കാം. എൻ്റെ പേര് ഷിജു. ആദ്യത്തെ ചോദ്യം, The octal representation of an integer is 372. Okay, octal. If this were to be treated as an 8-bit integer in 8085 based computer, its decimal equivalent is. അപ്പോൾ ഇതിൻ്റെ ഡെസിമൽ ഇക്വലൻ്റ് എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. ഇതൊരു 8-bit ഇൻറ്റീജർ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ 372 എന്ന് പറയുന്നത് ഒക്ടലിലാണെങ്കിൽ അതിനെ ബൈനറിയിൽ എങ്ങനെ എഴുതും? ഓരോന്നും 3 ബിറ്റ് വീതമായിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ 2 എന്ന് പറയുന്നത് 010 എന്ന് എഴുതും, 7നെ 111 എന്ന് എഴുതും, 3നെ 011 എന്ന് എഴുതും. ഇനി ഇതിലെ 8 ബിറ്റ് ഇൻറ്റീജറായിട്ട് എടുത്താൽ മതി എന്നാണ് പറയുന്നത്. 8-bit ഇൻറ്റീജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 എണ്ണം എടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ ഇത്ര എണ്ണം എടുക്കാം, അതായത് 1 2 3 4 5 6 7 8. ഓക്കെ, അപ്പോൾ ആ 8 ബിറ്റുകൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താ വരിക? ഇങ്ങനത്തെ ഒരു നമ്പറാണ് വരിക. ഇതെന്താണ് എന്നാണ് ചോദ്യം. അതായത് നമുക്കറിയാം 8085-ലെ 8-bit ഇൻറ്റീജറായിട്ട് എടുക്കുകയാണെങ്കിൽ ഇതെന്ന് പറയുന്നത് ആദ്യത്തെ ബിറ്റ് എന്ന് പറയുന്നത് 1 ആയിട്ടാണ് വന്നിട്ടുള്ളത് അല്ലേ. 1 എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻഡ് റെപ്രസെൻറ്റേഷനിൽ ആ 1 കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് മൊത്തം നെഗറ്റീവ് നമ്പർ ആണെന്നാണ്. ഓക്കെ, അപ്പോൾ 8085-ലെ നെഗറ്റീവ് നമ്പേഴ്സ് എങ്ങനെയാണ് എഴുതുക? 2's കോംപ്ലിമെൻറ്റ് ഫോമിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, നെഗറ്റീവ് നമ്പേഴ്സിനെ. അപ്പോൾ 2's കോംപ്ലിമെൻറ്റ് ഫോം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത് ഏതോ ഒരു നെഗറ്റീവ് നമ്പറിൻ്റെ 2's കോംപ്ലിമെൻറ്റ് ഫോമാണ്. ഇതൊരു നെഗറ്റീവ് നമ്പർ ആണെന്ന് മനസ്സിലായി. അപ്പോൾ 2's കോംപ്ലിമെൻറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 2's കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം 1's കോംപ്ലിമെൻറ്റ് എടുക്കണം. അതായത് 1 1 1 1 1 0 1 0ൻ്റെ 1's കോംപ്ലിമെൻറ്റ് ആദ്യം എടുക്കുക. 1's കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഒക്കെ 0 ഉം 0 ഒക്കെ 1 ആവും. അപ്പോൾ ആദ്യം തന്നെ 1 2 3 4 5 0 വരും. 1 2 3 4 5 0 വന്നു, പിന്നെ 0 1 ആവും, പിന്നെ 0 1. ഓക്കെ, ഇതാണ് 1's കോംപ്ലിമെൻറ്റ്. ഇനി ഇതിൻ്റെ 2's കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? 2's കോംപ്ലിമെൻറ്റ് എങ്ങനെ എടുക്കുക? ഇതിൻ്റെ കൂടെ പ്ലസ് ഒരു 1ഉം കൂടെ ആഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എന്ത് വരും? 0 1 1, ബാക്കിയെല്ലാം ഓൾറെഡി 0 തന്നെയാണ്. ഓക്കെ, അപ്പോൾ 1 1 0 എന്ന് വരും. അതായത് 6 നെഗറ്റീവ് നമ്പർ ആണല്ലോ, -6 ആണ്. അപ്പോൾ ഉത്തരം അങ്ങനെയാണ് സി എന്നുള്ളത് നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. സി -6 ആണ് ഇതിൻ്റെ ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. Dash code is used in digital measuring devices because it reduces the likelihood of errors. എറർ കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കോഡ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഗ്രേ കോഡാണോ? അതെ, ഗ്രേ കോഡാണ് നമ്മൾ എറർ കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുക കേട്ടോ. ബൈനറി കോഡല്ല, XS3 കോഡല്ല, ഒക്ടൽ കോഡല്ല. ഗ്രേ കോഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് യൂണിറ്റ് ഡിസ്റ്റൻസ് കോഡാണ്. ഓക്കെ, അപ്പോൾ ഒരു കോഡും അടുത്ത കോഡും തമ്മിൽ ഒരു ബിറ്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ഓക്കെ, ഒരു ബിറ്റിൻ്റെ വ്യത്യാസം ഉള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ബിറ്റിൽ കൂടുതൽ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും അവിടെ എറർ ഉണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എളുപ്പമാണ്. ഒരു ബിറ്റ് മാത്രമേ മാറുന്നുള്ളൂ. ഒരു ബിറ്റ് ഇപ്പോൾ 1ഉം 2ഉം തമ്മിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ, അതായത് 0001 0010 എന്നാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ റെപ്രസെൻറ്റ് ചെയ്യുക അല്ലേ. ശരിക്കും ബൈനറിയിൽ അങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. പക്ഷേ ഗ്രേയിലേക്ക് വരുമ്പോൾ നമ്മൾ 1നെ 0001 എന്നും 2നെ 0011 എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അതായത് ഇതാണ് ഗ്രേ കോഡ്. ഗ്രേ കോഡിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? അതായത് ഇവിടെ 1 എന്ന് പറയുന്നത് 1 ആയിട്ട് തന്നെ നിൽക്കുകയും 0 എന്ന് പറയുന്നത് 1 ആവുകയും ചെയ്യും. അതായത് ഒരു ബിറ്റിന് മാത്രമേ വ്യത്യാസം അവിടെ വരുന്നുള്ളൂ, ഡിസ്റ്റൻസ് ഒന്നാണെന്ന്. ഓക്കെ, അപ്പം നമുക്ക് എളുപ്പമാണ് എറർ ഉണ്ടോയെന്ന് കണ്ടുപിടിക്കാൻ കേട്ടോ. അടുത്ത ചോദ്യം, Which of the following properties are available in a universal shift register? യൂണിവേഴ്സൽ ഷിഫ്റ്റ് രജിസ്റ്ററിന് എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. ഷിഫ്റ്റ് ലെഫ്റ്റ്, തീർച്ചയായിട്ടും ഷിഫ്റ്റ് ലെഫ്റ്റ് ചെയ്യാൻ പറ്റും. ഷിഫ്റ്റ് റൈറ്റ്, അതും പറ്റും. ലെഫ്റ്റ് റൈറ്റ് ഒക്കെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. പാരലൽ ലോഡ്, അതും പറ്റും. സീരിയൽ ലോഡ് അങ്ങനൊന്നും നമ്മൾ കേട്ടിട്ടില്ലല്ലോ. ഇല്ല കേട്ടോ, അതില്ല. അപ്പോൾ 1 2 3 ആണ് ഇവിടെ ആൻസർ. ബി ആണ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം, അസേർഷൻ റീസൺ. അപ്പോൾ അസേർഷനും റീസണും തന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു കാര്യം പറയണം, അതിൻ്റെ കാരണവും പറയണം. ഇത് രണ്ടും ചിലപ്പോൾ ശരിയായിരിക്കാം. ഈ റീസൺ കൊണ്ട് തന്നെ ആയിരിക്കാം ആ സംഭവം അസേർഷൻ ഉണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ രണ്ടും ശരിയായിരിക്കാം, പക്ഷേ ഇതായിരിക്കില്ല അസേർഷൻ്റെ റീസൺ. പിന്നെ അസേർഷൻ ട്രൂ ആവാം, റീസൺ ഫാൾസ് ആവാം. അസേർഷൻ ഫാൾസ് ആവാം, റീസൺ ട്രൂ ആവാം. ഓക്കെ, ഇത്രയാണ് ഓപ്ഷൻസ് ഇവിടെ ഉണ്ടാവുക അസേർഷനും റീസണും ടൈപ്പ് പ്രോബ്ലത്തിനും. അപ്പം നമുക്ക് ഇതൊന്ന് നോക്കി
നോക്കാം എന്താണ് അസേർഷൻ എന്താണ് റീസൺ നോക്കി നോക്കാം. അസേർഷനിൽ പറയാണ് മാസ്റ്റർ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇസ് ഫ്രീ ഫ്രം മൾട്ടിപ്പിൾ ട്രിഗറിങ്. അത് ശരിയാണ് അല്ലേ, റേസ് റൗണ്ട് കണ്ടീഷൻ ഇല്ലാതാവുന്നുണ്ട് മാസ്റ്റർ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ, അത് സത്യമാണ്. കാരണം എന്തുകൊണ്ടാണ്, മാസ്റ്റർ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു മാസ്റ്ററും ഉണ്ട് ഇവിടെ ഒരു സ്ലേവും ഉണ്ടെങ്കിൽ രണ്ടും ഫ്ലിപ്പ് ഫ്ലോപ്പുകളാണ്. ഇവിടെ എന്ത് പറ്റും, ഇവിടെ ഒരു പോസിറ്റീവ് എഡ്ജിലാണ് മാസ്റ്റർ മാറുന്നതെങ്കിൽ നെഗറ്റീവ് എഡ്ജിലാണ് സ്ലേവ് മാറാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഔട്ട്പുട്ട് വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇപ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കും എന്നുള്ളത്. റേസ് റൗണ്ട് കണ്ടീഷൻ അവിടെ വരേണ്ട ഒരു കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് ഫ്രീ ഫ്രം മൾട്ടിപ്പിൾ ട്രിഗറിങ്, സത്യമാണ്. ഇൻ എ മാസ്റ്റർ സ്ലേവ് കോൺഫിഗറേഷൻ സ്ലേവ് പ്രിവെൻറ്റ്സ് മൾട്ടിപ്പിൾ ട്രിഗറിങ് സിൻസ് ഇറ്റ്സ് ക്ലോക്ക് സിഗ്നൽ ഈസ് ഇൻവേർട്ടഡ്, സത്യമാണ്. അതന്നെയല്ലേ നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഇസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അതാണ് അതിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യം, the resolution of a 4-bit DAC with a range of output voltage from 0 to 5 volt is. അപ്പോൾ റെസൊല്യൂഷൻ എത്രയാണെന്നാണ് ചോദിക്കുന്നത്, ഒരു 4-bit DACയുടെ. അപ്പോൾ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4-bit ആയതുകൊണ്ട് തന്നെ 5 വോൾട്ടാണ് മാക്സിമം വരിക. അപ്പോൾ 5 ഡിവൈഡഡ് ബൈ 4 ബിറ്റ് എന്ന് പറയുമ്പോൾ 4 ബിറ്റ് കൊണ്ട് നമുക്ക് മാക്സിമം എവിടം വരെ റെപ്രസെൻറ്റ് ചെയ്യാം, 0 മുതൽ 15 വരെ റെപ്രസെൻറ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ 5 ഡിവൈഡഡ് ബൈ 15 അല്ലെങ്കിൽ 1/3. 1/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 0.33 വോൾട്ട്. ഓക്കെ, അപ്പോൾ എ ആണ് ഇവിടെ ഉത്തരം. അടുത്ത ചോദ്യം, which of the following input signal that can be used by slow peripherals to get extra time in order to communicate with 8085? slow peripherals ഏതാണ് യൂസ് ചെയ്യുക, എന്ത് സിഗ്നലാണ് യൂസ് ചെയ്യുക എക്സ്ട്രാ ടൈം, കൂടുതൽ ടൈം കിട്ടാൻ വേണ്ടിയിട്ട്? ഹോൾഡ് ആണോ? അല്ല, ഹോൾഡ് അക്നോളജ് ഒന്നും അല്ല. അതിനകത്ത് എന്താണ് ഉപയോഗിക്കുക, IO/M ആണോ, അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിൽ നിന്നാണോ മെമ്മറിയിൽ നിന്നാണോ റീഡ് ചെയ്യുന്നതാണോ ചോദിക്കുന്നത്? അതുമല്ല, റെഡി എന്നാണ് സിഗ്നലിൻ്റെ പേര്. സ്ലോ ആയിട്ടുള്ള പെർഫറൻസ് റെഡി എന്ന് പറഞ്ഞ സിഗ്നൽ കൊടുത്തിട്ടാണ്. റെഡി കിട്ടുന്നത് വരെ 8085 ഒന്നും ചെയ്യില്ല. അവരുടെയും കൂടെ റെഡി കിട്ടിക്കഴിഞ്ഞാൽ 8085 കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങുള്ളൂ കേട്ടോ. അടുത്ത ചോദ്യം, വിച്ച് ഇൻട്രപ്റ്റ് ഹാസ് എ ഹയസ്റ്റ് പ്രയോറിറ്റി ഇൻ 8085? ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി ഏതിനാണ് 8085? ട്രാപ്പിനാണ് ഹയസ്റ്റ് പ്രയോറിറ്റി കേട്ടോ. RST 7.5 അല്ല, RST 6.5 അല്ല, INTR അല്ല. ഓക്കെ, എ ട്രാപ്പാണ് ഉത്തരം. ഹയസ്റ്റ് പ്രയോറിറ്റി ട്രാപ്പിനാണ് 8085. അടുത്ത ചോദ്യം, ഇൻ 8085 മൈക്രോപ്രോസസ്സേഴ്സ് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫാൾസ്? ഫാൾസ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് സത്യം എന്ന് നോക്കാം. നമ്പർ ഓഫ് ഹാർഡ്വെയർ ഇൻട്രപ്റ്റ് പ്രസന്റ് ഇൻ 8085 ഇസ് 5. അത് ശരിയാണെന്ന് തോന്നുന്നു അല്ലേ. അടുത്തത്, 8085 മൈക്രോപ്രോസസ്സർ ഹാസ് ബൈ ഡയറക്ഷണൽ അഡ്രസ് ബസ്. അഡ്രസ് ബസ് ഇപ്പം എന്തിനാ ബൈ ഡയറക്ഷണൽ ആവേണ്ട കാര്യം? അഡ്രസ്സ് ഒരു സ്ഥലത്തേക്ക് മാത്രം ട്രാവൽ ചെയ്യേണ്ട കാര്യമല്ലേ ഉള്ളൂ. അത് ഫെച്ച് ചെയ്ത് തിരിച്ചങ്ങോട്ട് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ, ബൈ ഡയറക്ഷണൽ ആവേണ്ട കാര്യമില്ല. അടുത്തത്, മൈക്രോ പ്രോസസ്സർ 8085 ഹാസ് ബൈ ഡയറക്ഷണൽ ഡാറ്റാ ബസ്. ഡാറ്റാ ബസ് ബൈ ഡയറക്ഷണൽ ആയിരിക്കണം, കാരണം അത് റീഡ് ചെയ്യാൻ വേണം, റൈറ്റ് ചെയ്യാൻ വേണം. പ്രോഗ്രാം കൗണ്ടർ ഇൻ 8085 മൈക്രോ പ്രോസസ്സർ ഓൾവേസ് ഹോൾഡ്സ് ദി അഡ്രസ് ഓഫ് ദി നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി ഫെച്ച്ഡ്. അതെ, PC-ക്കകത്ത് പ്രോഗ്രാം കൗണ്ടറിനകത്ത് എപ്പോഴും നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിൽ ഏതാണ് തെറ്റാവാൻ സാധ്യതയുള്ളത്? അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് തെറ്റ്. നമ്മളിപ്പോൾ നോക്കിയതിൽ B ആണ് നമുക്കിപ്പോൾ തെറ്റായിട്ട് തോന്നിയത് അല്ലേ. കാരണം എന്താണ്, ഹാർഡ്വെയർ ഇൻട്രപ്റ്റുകൾ 5 ഉണ്ടെന്ന് നമ്മൾക്ക് അറിയാം. ഏതൊക്കെയാണ്? ട്രാപ്പ് ഒരു ഹാർഡ്വെയർ ഇൻട്രപ്റ്റ് ആണ്, RST 7.5, RST 6.5, RST 5.5, അതേപോലെ തന്നെ INTR. ഇത്രയും ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ 5 ആയല്ലോ, 5 ആയി. അതേപോലെ തന്നെ ബൈ ഡയറക്ഷൻ ഡാറ്റാബേസ് ആണ്, അത് നമ്മൾ പറഞ്ഞു. PC-ക്കകത്ത് അടുത്ത ഇൻസ്ട്രക്ഷൻ്റെ ഇതുമാണ് ഹോൾഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും തെറ്റായിട്ടുള്ളത് ഏതാണ്? 8085 ബൈ ഡയറക്ഷണൽ അഡ്രസ് ബസ് ആണെന്നുള്ളതാണ് തെറ്റായിട്ടുള്ള കാര്യം. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. 9th question, if 8085 microprocessor, in 8085 microprocessor, let the accumulator contain the value 0AH and register C contain the value 05H. After compare C instruction is executed. അപ്പോൾ കമ്പയർ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? ശരിക്കും അവിടെ A രജിസ്റ്ററിലുള്ളത് എന്താണോ അത് മൈനസ് C രജിസ്റ്ററിലുള്ള എന്താണോ അത് രണ്ടും കൂടെ മൈനസ് ചെയ്യും കേട്ടോ. എന്നിട്ട് അതെവിടെ സ്റ്റോർ ആവുന്നൊന്നുമില്ല, പക്ഷേ നമ്മുടെ PSW ചേഞ്ച് ആവും. അതായത് ഈ ഫ്ലാഗുകളൊക്കെ ഉള്ള രജിസ്റ്റർ ഉണ്ടല്ലോ, പ്രോഗ്രസ് സ്റ്റാറ്റസ് വേർഡിലുള്ള രജിസ്റ്റേഴ്സ് ഒക്കെ മാറും. ഓക്കെ, ഫ്ലാഗ് രജിസ്റ്റർ മാറും. അപ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് നോക്കാം.
അപ്പോൾ എ മൈനസ് സി ചെയ്യുമ്പോൾ എയിലകത്ത് എന്താണുള്ളത്, അക്കുമുലേറ്ററിനകത്ത് 0 എ ആണുള്ളത്, എച്ച് മൈനസ് 0.5 എച്ച് എന്നാണ് നമുക്ക് വരാൻ പോകുന്നത് അല്ലേ. അപ്പോൾ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 10 മൈനസ് 5 എന്ന് പറഞ്ഞാൽ 5 നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ 5 കിട്ടുമ്പോൾ സീറോ ഫ്ലാഗ് എന്താണ് സംഭവിക്കുക, സീറോ ഫ്ലാഗിനും ക്യാരി ഫ്ലാഗിനും എന്താണ് പറ്റുക എന്നാണ് ഈ ചോദിച്ചിട്ടുള്ളത്. സീറോ ഫ്ലാഗിന് എന്താണ് പറ്റുക, സീറോ ഫ്ലാഗ് 0 ആൻസർ വന്നാലല്ലേ സീറോ ഫ്ലാഗ് സെറ്റ് ആവുള്ളൂ. അപ്പോൾ ഇവിടെ സീറോ ഫ്ലാഗ് റീസെറ്റ് ആണ്. ഓക്കെ, സെറ്റ് അല്ല, അപ്പോൾ റീസെറ്റ് ആണ്. ഇനി അതേപോലെ തന്നെ ക്യാരി ഫ്ലാഗ്, ഇവിടെ ക്യാരി ഒന്നും ഇല്ലല്ലോ, അപ്പോൾ ക്യാരി ഫ്ലാഗും റീസെറ്റ് ആണ്. അപ്പോൾ ഇതാണ് ഇവിടെ ഉത്തരം കേട്ടോ. അപ്പം നമുക്ക് നോക്കാം, സീറോ ഫ്ലാഗ് ആൻഡ് ക്യാരി ഫ്ലാഗ് വിൽ ബി റീസെറ്റ് ആണ് ഉത്തരം, സി ആണ് ഇവിടെ ഉത്തരം. അടുത്ത ചോദ്യം, വാട്ട് ഓപ്പറേഷൻ ഇസ് പെർഫോംഡ് ഡ്യൂറിംഗ് ദ ഫസ്റ്റ് ടി സ്റ്റേറ്റ് ഓഫ് എവരി മെഷീൻ സൈക്കിൾ ഇൻ 8085? മെഷീൻ സൈക്കിളിൻ്റെ ഫസ്റ്റ് ടി സ്റ്റേറ്റിൽ എന്താണ് സംഭവിക്കുക എന്നാണ് ചോദിക്കുന്നത്. INTR interrupt is recognized. ഓരോ വട്ടം INTR interrupt റെക്കഗ്നൈസ് ചെയ്യില്ല. Deactivate the chip select signal from memory devices. അതുമല്ല ചെയ്യുക. Low byte address is latched into an external latch using ALE signal. ഓക്കെ, അതാണ് അവിടെ സംഭവിക്കാറുള്ളത്. ലോ ബൈറ്റ് അഡ്രസ്സുകൾ എന്ത് ചെയ്യും, ഒരു എക്സ്റ്റേണൽ ലാച്ചിലേക്ക്, അഡ്രസ് ലാച്ച് എനേബിൾ സിഗ്നൽ ഉപയോഗിച്ചുകൊണ്ട് ഒരു എക്സ്റ്റേണൽ ലാച്ചിലേക്ക് ലാച്ച് ചെയ്യണം. അവിടെ ലോ ബൈറ്റ് അഡ്രസ്സുകൾ അങ്ങനെ അതിലേക്ക് ലാച്ച് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഓക്കെ, അടുത്തത്, ഇന്ററപ്റ്റിംഗ് സോഴ്സ് സപ്ലൈസ് ബ്രാഞ്ച് ഇൻഫർമേഷൻ ടു ദ പ്രോസസർ ത്രൂ ആൻ ഇന്ററപ്റ്റ് വെക്ടർ. അതുമല്ല, സി ആണ് അവിടെ കൃത്യമായിട്ടുള്ള ഉത്തരം. അപ്പോൾ ഈ 10 ചോദ്യങ്ങളും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക്